ആകെ അധികാരം കിട്ടിയ ഇന്ത്യയിലെ തന്നെ അപൂർവം നേതാക്കളിൽ ഒരാളാണ് ബീഹാർ മുഖ്യമന്ത്രിയായി വീണ്ടും ചുമതലയേൽക്കുന്ന നിതീഷ് കുമാർ. ബീഹാറിൽ 10ാം തവണയും മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ എത്തുമ്പോൾ അതൊരു ചരിത്രമാണെങ്കിലും നൈതികത അല്പവുമില്ലാത്തയാളെന്ന ദുഷ്പേര് അദ്ദേഹത്തെ വിടാതെ പിന്തുടരുന്നുണ്ട്. 1974 മുതൽ 77 വരെ ജയപ്രകാശ് നാരായണന്റെ കൂടെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിൽ പ്രവർത്തിച്ചാണ് തുടക്കം. പിന്നീട് 1977 ജനതാ പാർട്ടിയിൽ അംഗമായി. അടിയന്തരാവസ്ഥയ്ക്കു ശേഷം നടന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു നിതീഷിന്റെ ആദ്യ മത്സരം. അന്ന് പക്ഷേ പരാജയപ്പെട്ടു. അതാണ് ഏക തോൽവിയും. പിന്നീട് നിയമസഭയും ലോക്സഭയിലും നിരന്തരം ജനപ്രതിനിധിയായിക്കൊണ്ടിരുന്നു. 1990 ആദ്യമായി VP സിംഗ് മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി. 1994 ജനതാദൾ പിളർത്തി നിതീഷ് കുമാറും ജോർജ് ഫെർണാണ്ടസും കൂടെ രൂപീകരിച്ച ഒരു രാഷ്ട്രീയ കക്ഷിയായിരുന്നു സമതാ പാർട്ടി. അങ്ങനെ 1996 ആദ്യമായി NDA പിന്തുണയിൽ നിതീഷ് കുമാർ ലോക്സഭയിലേക്ക് വിജയിച്ചു. വാജ്പേയി സർക്കാരിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയുമായി. അക്കാലത്താണ് രാഷ്ട്രീയ നിരീക്ഷകരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി നിതീഷ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ ദിവസം മുതൽ തന്നെ നിതീഷിന് മനസ്സിലായി തുടങ്ങിയിരുന്നു തനിക്ക് പ്രതീക്ഷിച്ച അംഗബലമോ പിന്തുണയോ കിട്ടില്ലെന്ന്. 7 ദിവസത്തിനുള്ളിൽ ആ സർക്കാർ നിലം പതിച്ചു. തുടർന്ന് RJD ദളിത് നേതാവും ലാലു പ്രസാദ് യാദവിന്റെ ഭാര്യയുമായ റാബ്രി ദേവി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. 2003 ജനതാദൾ പാർട്ടിയിലെ ശരത് യാദവ് വിഭാഗം സമതാ പാർട്ടിയും ഒപ്പം ചേർത്ത് ജനതാദൾ യു എന്ന പാർട്ടിക്ക് രൂപം നൽകി. 2005 ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം NDAക്ക് ലഭിച്ചു. മുഖ്യമന്ത്രിയായി രണ്ടാമതും നിതീഷ് കുമാർ ചുമതലയേറ്റു. 2010 തിരഞ്ഞെടുപ്പിൽ NDA പിന്തുണയിൽ 3ാം തവണയും നിതീഷ് മുഖ്യമന്ത്രിയായി. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDA പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ ഉയർത്തിക്കാണിച്ചതിൽ പ്രതിഷേധിച്ച ജനതാദൾ യു മുന്നണി വിട്ടു. ആ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു. 3ാം മുന്നണി അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രി സ്ഥാനം എന്ന മോഹവും നിതീഷിന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്രത്തിൽ BJP ഭരണമേറി. അഭിമാനിയായ നിതീഷ് പാർട്ടി പ്രകടനത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. വിശ്വസ്തൻ ജിതിൻ റാം മാഞ്ചിയെ മുഖ്യമന്ത്രിയാക്കി. മാസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ ജിതിൻ റാം മാഞ്ചിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. തയ്യാറാവാതിരുന്ന മാഞ്ചിയെ JDUവിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ 4ാം തവണ വീണ്ടും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി. 2015 തിരഞ്ഞെടുപ്പിൽ മഹാസഖ്യം വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി. അങ്ങനെ 5ാം തവണ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ചുമതലയേറ്റു. ലാലുവിന്റെ മകൻ തേജസ്വി രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപമുഖ്യമന്ത്രിയായി. തേജസ്വി യാദവിനെതിരെ അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ രാജിവെക്കാൻ നിതീഷ് കുമാർ പറഞ്ഞു. സ്വാഭാവികമായും തേജസ്വി തയ്യാറായില്ല. പകരം നിതീഷ് രാജിവെച്ചു. അങ്ങനെ ബീഹാറിൽ വീണ്ടും NDA അധികാരത്തിലെത്തി. മണിക്കൂറുകൾക്കുള്ളിൽ നിതീഷ് പിന്നെയും മുഖ്യമന്ത്രിയായി. 2020 തിരഞ്ഞെടുപ്പിൽ JDU പിന്തുണയിൽ NDA 125 സീറ്റുകൾ നേടി. അങ്ങനെ 7ാം തവണ മുഖ്യമന്ത്രിയായി നിതീഷ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. 2022 NDA സർക്കാരുമായി JDU വീണ്ടും ഇടഞ്ഞു. സഖ്യം വിട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെച്ചു. അങ്ങനെ വീണ്ടും മഹാഗഠബന്ധനുമായി കൈകോർത്തു. വീണ്ടും 8ാം തവണ നിതീഷ് കുമാർ അധികാരത്തിലേക്ക്. 2024 ജനുവരി 28 മഹാസഖ്യവുമായുള്ള കുറച്ചു കാലത്തെ ബന്ധം അവസാനിപ്പിച്ച് രാജിവെച്ചു. ഏറെ വൈകാതെ NDAക്കൊപ്പം ചേർന്ന 9ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി. അധികാരത്തിനു വേണ്ടിയുള്ള ഇടപാടുകൾ ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതിന് പലവട്ടം സാക്ഷിയായ ബീഹാർ ഇതോടെ അപഹാസ്യമായ രാഷ്ട്രീയ നാടകത്തിന്റെ അടുത്ത രംഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിതീഷ് കുമാറിന്റെ നിലപാടുകളാണ് കുറെ വർഷങ്ങളായി ബീഹാർ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണി മാറുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തി പോരുന്ന നിതീഷ് ശൈലിയുടെ രാഷ്ട്രീയ അധാർമികത നമ്മുടെ ജനാധിപത്യത്തിനു മുന്നിലുള്ള ചോദ്യചിഹ്നമായി തുടരുകയും ചെയ്യുന്നു.